ഗൈസ്, ഐ ആം ലക്ഷ്മി. വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് എൻ്റെ ഒരു നൈറ്റ് റുട്ടീനാണ്. അപ്പം എൻ്റെ എല്ലാ ദിവസത്തെയും നൈറ്റ് റുട്ടീൻസ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പം ഇന്നത്തെ എൻ്റെ ഒരു നൈറ്റ് റുട്ടീൻ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം 7:30 ആയിട്ടുണ്ട്. എനിക്കാണെച്ചെങ്കിൽ ഡ്രസ്സ് വാഷ് ചെയ്യാനുണ്ട്. ഞാൻ രാവിലെ ഇട്ടതാണ്, പക്ഷേ അലക്കാൻ വേണ്ടി പറ്റിയില്ല, കാരണം നല്ല മഴയായിരുന്നു ഇവിടെ. അപ്പം ഇപ്പം മഴയൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് ഡ്രസ്സ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാം. അലക്കാനായിട്ടുള്ള ഏക ഒരു ബുദ്ധിമുട്ട് ഇതുപോലെ വലിയ ബക്കറ്റൊക്കെ എടുത്ത് സ്റ്റെപ്പൊക്കെ കയറി മുകളിലോട്ട് പോകണമെന്നുള്ളതാണ്. ഞാനും കുഞ്ഞനും ഒരുമിച്ചാണ് പോകാറുള്ളത്. അപ്പം ആളാണ് ഇത് എടുക്കാറുള്ളത്. ഇവിടെ ലിഫ്റ്റ് ഓൾറെഡി ഉണ്ടായിരുന്നു, അതാണെങ്കിൽ കേടുമായി, പിന്നെ അവർ റെഡിയാക്കിയിട്ടില്ല. അപ്പം ഇപ്രാവശ്യം കുഞ്ഞനുണ്ടായിരുന്നില്ല. ഈ തുണികൾ അലക്കിയിടാതെ വേറെ നിവർത്തിയില്ലാത്തത് കൊണ്ട് ഞാൻ തന്നെ കയറി പോകുന്നതാണ്. സാധാരണ ഇവിടെ വൈകുന്നേരങ്ങളിലാണ് മഴ പെയ്യാറുള്ളത്. ഇപ്പോൾ 2-3 ദിവസമായിട്ട് രാവിലെയും ഉച്ചയ്ക്കൊക്കെ ചെറുതായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് തുണി അലക്കിയിട്ട് കഴിഞ്ഞാൽ ഉണങ്ങാനും നല്ല പാടാണ്. അപ്പം മഴയില്ലാത്ത അവസരം നോക്കി തിരുമ്പുക, ഉണക്കുക, ഇതൊക്കെയാണ് പരിപാടികൾ. ഡ്രസ്സ് വാഷ് ചെയ്യുക എന്നുള്ള മൊത്തം പ്രോസസ്സിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാർട്ടാണ് ഇതുപോലെ കഴുകിയ തുണികൾ ഇങ്ങനെ വിരിച്ചിടുക എന്നുള്ളത്. എനിക്ക് അലക്കുന്നതിനേക്കാളും ഊരിപ്പിഴിയുന്നതിനേക്കാളും ഒക്കെ ഇതാണ് ഇഷ്ടം. നിങ്ങൾക്ക് ഇതുപോലെ എന്നെ പോലെ ഇഷ്ടമുള്ളവരുണ്ടോ എന്ന് കമൻറ്റ് ബോക്സിൽ പറയാം കേട്ടോ. അങ്ങനെ നമ്മുടെ അലക്കൽ പരിപാടിയൊക്കെ കഴിഞ്ഞു. എപ്പോൾ ഞാൻ അലക്കി കഴിഞ്ഞാലും എനിക്ക് നല്ല വിശപ്പാണ്. പിന്നെ വന്നു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഞാൻ ചോറുണ്ടും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എടുത്ത് തിന്നും. അപ്പം ഇപ്രാവശ്യം എനിക്ക് പ്രോട്ടീൻ ഷേക്ക് ഉള്ളത് കൊണ്ട് ഞാൻ വിചാരിച്ചു എന്നാൽ അത് കുടിക്കാമെന്ന്. നല്ല വിശപ്പുള്ളപ്പം ഇത് കുടിക്കണം, കാരണം എനിക്കത് അത്ര ഇഷ്ടമല്ല. അപ്പം ഇഷ്ടമില്ലാത്തത് നല്ല വിശപ്പുള്ളപ്പോൾ കഴിക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. അപ്പം ഞാൻ വിചാരിച്ചു ഇത് കുടിക്കാമെന്ന്. നമ്മളിപ്പം ജിമ്മിനൊക്കെ പോകുന്ന കാരണം ഇത് കുടിച്ചേ മതിയാവൂ. എന്നാലാണ് എനിക്ക് ആവശ്യത്തിനുള്ള പ്രോട്ടീൻ എൻ്റെ ദേഹത്തുണ്ടാവുള്ളൂ. അങ്ങനെ അപ്പം നമുക്കിത് കുടിച്ച് ഇനി നമുക്ക് കുളിക്കാനുള്ള പരിപാടികൾ നോക്കാം. കുളിക്കാൻ പോണതിന് മുന്നേ നമുക്ക് കുറച്ച് പ്രോട്ടീൻ റിച്ച്ഡ് ആയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കാം. ഒന്നുമില്ല, കുറച്ച് സ്വീറ്റ് പൊട്ടാറ്റോ, കുറച്ച് എഗ്ഗ്, കുറച്ച് ചിക്കൻ, ഇതൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു പ്രോട്ടീൻ റിച്ച്ഡ് ഫുഡാണ്. എനിക്ക് വേണ്ടിയിട്ടല്ല, കുഞ്ഞിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കത് ഉണ്ടാക്കാം. ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് കുളിക്കാം. ഞാൻ ഈ സ്വീറ്റ് പൊട്ടാറ്റോയും ചിക്കനൊക്കെ ഓൾറെഡി രാവിലെ തന്നെ വേവിച്ച് വെച്ചിട്ടുണ്ടാവും. അങ്ങനെ ആകുമ്പോൾ നമുക്ക് രാത്രിക്ക് പണി കുറവാണ്. രാത്രി പിന്നെ മുട്ട മാത്രം നമുക്ക് ഉണ്ടാക്കിയാൽ മതി. പിന്നെ ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്യുക മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ ദേ സ്വീറ്റ് പൊട്ടാറ്റോ വേവിച്ച് വെച്ചത് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാനിവിടെ 5 മുട്ടയാണ് എടുക്കുന്നത്. 5 മുട്ടയുടെ വൈറ്റ് മാത്രമാണ് നമുക്ക് ആവശ്യം. അതുകൊണ്ട് തന്നെ ഞാൻ വെള്ളയും മഞ്ഞയും സെപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞൻ ഡെയിലി ഒരു 10 മുട്ട വെച്ച് കഴിക്കാറുണ്ട്. അതിൽ 2 ഫുൾ എഗ്ഗ് മാത്രമേ കഴിക്കാറുള്ളൂ. ബാക്കിയെല്ലാം വൈറ്റാണ് കഴിക്കാറുള്ളത്.
ഇതിനിടയിൽ ഞാൻ ദേ വീട്ടിലേക്ക് വിളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. വീട്ടിലേക്ക് വിളിക്കാനായിട്ട് കൃത്യമായിട്ടുള്ള സമയമുണ്ട്. ആ സമയത്ത് വിളിച്ചില്ലെങ്കിൽ കുറച്ചധികം ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ എപ്പോഴും ആ ഒരു സമയത്താണ് വീട്ടിലേക്ക് വിളിക്കാറുള്ളത്. അങ്ങനെ ഞാൻ മുട്ട ഉണ്ടാക്കലും അച്ഛനമ്മോടും സംസാരിക്കലും ഒക്കെ ഒരു സമയത്തായിരുന്നു. ഇത് ഞാൻ മിക്സിയിൽ ക്രഷ് ചെയ്തെടുത്ത ചിക്കനാണ് കേട്ടോ. അങ്ങനെ ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്ത് വെക്കാൻ പോവാണ്. ഈ ഒരു ക്യാരറ്റും കുക്കുംബറും ഞാൻ മോർണിംഗ് അരിഞ്ഞ് വെക്കാറുണ്ട്. ഇതിലേക്ക് പിന്നെ കഴിക്കുന്ന സമയത്താണ് ഞാൻ കുറച്ച് ഉപ്പും കുറച്ച് നാരങ്ങ നീരും ഇട്ടിട്ട് അതൊരു സാലഡ് പോലെ ഉണ്ടാക്കും. എങ്ങനെയൊക്കെ തലകുത്തി നിന്നാലും തീരാത്തൊരു പണിയാണ് പാത്രം മോറൽ എന്നെനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. കാരണം ഞാൻ രാവിലെ ഒരു ബൾക്ക് ഓഫ് പാത്രങ്ങൾ കഴുകും, ഉച്ചയ്ക്ക് കഴുകും, രാത്രി കഴുകും, അങ്ങനെ എപ്പോൾ നോക്കിയാലും എന്തെങ്കിലുമൊക്കെ കഴുകാനായിട്ടുണ്ടാവും. അപ്പം ബാക്കിയുള്ള ആ പാത്രങ്ങൾ കൂടെ ഞാൻ കഴുകിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ പണിയും കഴിഞ്ഞിട്ട് ഇതുപോലെ ഒരു അടിച്ചുവാരലുണ്ട്. ഇത് നിർബന്ധമാണ്. കാരണം എൻ്റെ മനസ്സിന് തന്നെ തോന്നണം ഇന്നത്തെ കലാപരിപാടികളൊക്കെ ഇതേ കഴിഞ്ഞു എന്നുള്ളത്. അപ്പം അതിങ്ങനെ അടിച്ചു വാരുമ്പോഴാണ് എനിക്ക് ആ ഒരു ഫീൽ കിട്ടാറുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്കത് അടിച്ചു വാരി ഇടാം. ഇപ്പോഴത്തെ ബാംഗ്ലൂരിൻ്റെ ക്ലൈമറ്റ് അനുസരിച്ച് നമുക്ക് സാധാരണ വെള്ളത്തിലൊന്നും കുളിക്കാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ചൂടുവെള്ളത്തിലാണ് കുളിക്കുന്നത്. നമ്മുടെ പണികളൊക്കെ ഏകദേശം കഴിഞ്ഞു. ഞാൻ ഫുഡ് ഉണ്ടാക്കി, പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് അടിച്ചു വാരിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വിശാലമായിട്ടൊരു കുളിക്കാം. അത്ര വിശാലമൊന്നുമല്ല, കാരണം അത്യാവശ്യം നേരം വൈകിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇന്ന് സിമ്പിളായിട്ടുള്ളൊരു കുളിയാവാം. അപ്പോൾ ഇവിടെ ഇപ്പം നല്ല മഴയും നല്ല തണുപ്പൊക്കെയാണ് ബാംഗ്ലൂർ. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലോണം നമ്മുടെ സ്കിന്നൊക്കെ ഡ്രൈ ആവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിന് ഏറ്റവും നല്ലൊരു സംഭവമാണ് ഇത് നമ്മുടെ ഗ്ലിസറിനും റോസ് വാട്ടറും കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ രണ്ടും ഒരേ ഒരു റേഷ്യോയിലാണ് എടുത്തിട്ടുള്ളത്. അപ്പം ഇതിൻ്റെ ഹാഫ് ഗ്ലിസറിനും ഹാഫ് റോസ് വാട്ടറാണുള്ളത്. അപ്പം ഇത് നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇതുപോലെ ഡ്രൈ സ്കിന്നായിട്ട് ബുദ്ധിമുട്ടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. നല്ല എഫക്റ്റീവാണ്. കുറേ പേരൊക്കെ ഇപ്പം ഇത് പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് നല്ല വർക്കിംഗ് ആയിട്ട് തോന്നി. അപ്പോൾ ഞാനിത് ഫുൾ ബോഡിയിൽ അപ്ലൈ ചെയ്തിട്ടാണ് കുളിക്കാൻ വേണ്ടി പോവുക. അപ്പം ഞാനത് ഫേസിലും ബോഡിയിലൊക്കെ അപ്ലൈ ചെയ്തിട്ട് നമുക്കൊരു 5 to 10 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് കുളിക്കാം. അപ്പം കുളി കഴിഞ്ഞിട്ട് ഇനി കാണാം. ഈ പൊള്ളലുകൾ എനിക്കെന്നും ഒരു വീക്ക്നെസ് ആണ് ഗൈസ്. അതുകൊണ്ട് ഇന്നും ഞാൻ എൻ്റെ കൈ കൊണ്ട് പൊള്ളിച്ച് വെച്ചിട്ടുണ്ട്. ആദ്യം പൊള്ളിയ പാട് അപ്പുറത്ത്, ഇപ്പോൾ പൊള്ളിയത് ഇപ്പുറത്ത്. അങ്ങനെ ഒരു ലവിൻ്റെ ഷേപ്പ് ഉണ്ട്. ഞാൻ അവിടെ ടാറ്റു ചെയ്താലോ എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. കുളിച്ചിട്ട് ഫുഡ് കഴിക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ കുഞ്ഞിന് നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞ കാരണം ഞാൻ അതിനിടയിൽ കഴിച്ചു ഗൈസ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച ശേഷം ഞാൻ നല്ല അടിപൊളിയായിട്ട് ഒരു കുളിയൊക്കെ കുളിച്ചു, പല്ല് തേച്ചു. അതിനുശേഷം ഞാൻ ഈ ഒരു മോയ്സ്ചറൈസറാണ് ബോഡിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. അതിനുശേഷം ഞാൻ നോർമലി നിങ്ങൾക്ക് കാണിച്ചിട്ടുള്ള സ്കിൻ കെയർ തന്നെയാണ്. റോസ് വാട്ടറും ഒരു മോയ്സ്ചറൈസറും ലിപ് ബാമും, ഇത് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഞാൻ സ്കിൻ കെയർ ഒക്കെ ചെയ്ത ശേഷം ഉറങ്ങാൻ പോവാണ് ഗൈസ്.
അപ്പോൾ ഗൈസ് ഇതൊക്കെയാണ് എൻ്റെ ഒരു നൈറ്റ് റൂട്ടീൻ. ഇത് എല്ലാ ദിവസവും ഇങ്ങനെ ആവണമെന്നില്ല, ചിലപ്പം ചില വ്യത്യാസങ്ങളൊക്കെ വരാം, പക്ഷേ ഓൾമോസ്റ്റ് ഇതുപോലെ തന്നെ ആയിരിക്കും. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ പറയാം കേട്ടോ. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ശരി, ബൈ ഗൈസ്.